Shizu's Kids World, a complete kids channel. Subscribe and support our channel. കൂട്ടുകാരെ, നമുക്ക് ഒരു ചെറിയ കഥ കേട്ടാലോ? നിറം മാറുന്ന ഓന്ത്. ഒരിടത്തൊരിടത്ത് ഒരു വലിയ കാട്ടിൽ ഒരു ഓന്തുണ്ടായിരുന്നു. അവന് നിറം മാറാനുള്ള കഴിവുണ്ടായിരുന്നു. അവൻ ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത് ആ നിറത്തിലേക്ക് അവന്റെ ശരീരം മാറും. ഒരു ഇലയിലിരിക്കുമ്പോൾ പടും പച്ച നിറം, ഒരു മരത്തിലിരിക്കുമ്പോൾ തവിട്ട് നിറം, ഒരു പൂവിലിരിക്കുമ്പോൾ പൂവിന്റെ നിറം, അങ്ങനെ അവൻ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറി. ഈ കഴിവ് അവന് വളരെയധികം പ്രയോജനപ്പെട്ടു. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഇരപിടിക്കാനും ഇതവനെ സഹായിച്ചു. ഓന്ത് തന്റെ ഈ കഴിവ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എത്ര ഭാഗ്യവാനാണ്, ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല, അവൻ മനസ്സിൽ പറയും. ഒരു ദിവസം ഓന്ത് വിശന്ന് ഭക്ഷണം തേടി നടക്കുകയായിരുന്നു. അപ്പോൾ അവൻ ഒരു പുൽമേട്ടിലെത്തി. അവിടെ നിറയെ മനോഹരമായ പൂക്കളും ചിത്രശലഭങ്ങളും ഉണ്ടായിരുന്നു. അവൻ ഒരു പൂവിൽ കയറി ഒളിച്ചിരുന്നു. ഉടൻ തന്നെ അവന്റെ ശരീരം ആ പൂവിന്റെ അതേ നിറമായി മാറി. ഒരു ചിത്രശലഭം അവന്റെ അടുത്തേക്ക് പറന്നെത്തി. ഓന്ത് പതിയെ നാവ് നീട്ടി അതിനെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശലഭം പറന്നുപോയി. അവൻ അടുത്തൊരു മരക്കൊമ്പിൽ കയറി. മരത്തിന്റെ തവിട്ട് നിറം അവനും സ്വീകരിച്ചു. ഒരു തവള മരത്തിനടിയിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. അവൻ തവളയുടെ അടുത്തേക്ക് പതിയെ നീങ്ങി. പക്ഷേ തവള അവനെ കണ്ടതും ചാടിപ്പോയി. ഓന്ത് നിരാശനായി. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്റെ നിറം ഈ മാറൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നല്ലോ, അവൻ ചിന്തിച്ചു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ഓന്ത് ഒരു പാറക്കെട്ടിൽ ചെന്നിരുന്നു. അവന്റെ ശരീരം പാറയുടെ നിറമായി മാറി. അപ്പോഴാണ് ഒരു കിളിക്കൂടിനടുത്ത് ഒരു കുഞ്ഞു കിളിയെ അവൻ കണ്ടത്. കിളിക്കൂടിന് ചുറ്റും വേറെയും പക്ഷികളുണ്ടായിരുന്നു. അവൻ കുഞ്ഞു കിളിയെ പിടിക്കാൻ തീരുമാനിച്ചു. ഓന്ത് പതിയെ നീങ്ങി. പക്ഷേ കിളികൾ ഓന്തിനെ കണ്ടു. നോക്കൂ, ഒരു ഓന്ത്, ഒരു കിളി ചലച്ചു. ഉടൻ തന്നെ എല്ലാ കിളികളും കൂടി ഓന്തിനെ ആക്രമിക്കാൻ തുടങ്ങി. ഓന്ത് പേടിച്ച് ഓടി രക്ഷപ്പെട്ടു. അവൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് ആലോചിച്ചു, എന്താണിതിന് കാരണം? ഞാൻ നിറം മാറിയിട്ടും എന്നെ എല്ലാവരും കണ്ടുപിടിക്കുന്നല്ലോ, അവൻ ആഴത്തിൽ ചിന്തിച്ചു. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവൻ ഏത് നിറത്തിലേക്ക് മാറിയാലും അവന്റെ കണ്ണുകൾ മാത്രം മാറുന്നില്ല. അവന്റെ കണ്ണുകൾ ഒരുപോലെ ആയിരുന്നു. നിറം മാറിയാലും അവന്റെ കണ്ണുകളുടെ ചലനം ശ്രദ്ധിച്ചാൽ ആർക്കും അവനെ കണ്ടുപിടിക്കാൻ കഴിയും. ഓന്ത് അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി. അവൻ നിറം മാറുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. പക്ഷേ അവന്റെ കണ്ണുകൾ ഒളിപ്പിക്കാൻ മറന്നുപോയി. അന്നു മുതൽ അവൻ വളരെ സൂക്ഷിച്ചു നടന്നു. ഇരപിടിക്കുമ്പോഴും ശത്രുക്കളിൽ നിന്ന് ഒളിക്കുമ്പോഴും അവൻ കണ്ണുകൾ മറയ്ക്കാൻ പഠിച്ചു. അവന്റെ ബുദ്ധിമുട്ടുകൾക്ക് കാരണം അവന്റെ അശ്രദ്ധയായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കി. ഗുണപാഠം: നമ്മുടെ കഴിവുകളിൽ അമിതമായി വിശ്വസിക്കരുത്. ചെറിയ തെറ്റുകളും കുറവുകളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എപ്പോഴും ശ്രദ്ധയോടെയും വിവേകത്തോടെയും പെരുമാറണം.